CCTV ക്യാമറ ഹാക്ക് ചെയ്താലോ? ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അവിടെ ഇത് സെർച്ച് ചെയ്യ്. I am Joel Maxwell and this is Underground Diaries. എന്താണ് ഗൂഗിൾ ഡോർക്കിംഗ്? ഗൂഗിൾ ഡോർക്കിംഗ് എന്നത് ഒരു തരം അഡ്വാൻസ് സെർച്ച് മെത്തേഡാണ്. അതിലൂടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട സെക്യൂർ അല്ലാത്ത ഓപ്പൺ പോർട്ട് ഡിവൈസിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് CCTV ക്യാമറ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ എന്നിങ്ങനെ എല്ലാം. പിന്നെ ഇതേ ഗൂഗിൾ ഡോർക്കിംഗ് യൂസ് ചെയ്ത് ഗൂഗിളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഇഡൻ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ എല്ലാം സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഏറ്റവും എളുപ്പത്തിൽ ഒരാളിനെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന വഴി പാസ്വേഡ് എടുക്കുക എന്നതാണ്. പാസ്വേഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ മാത്രം മതി. പക്ഷേ പാസ്വേഡ് എങ്ങനെ കിട്ടും? അത് നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. മനസ്സിലായല്ലേ? വെബ്സൈറ്റുകൾ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളും സൈനപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും നേരെ ചെല്ലുന്നത് ആ വെബ്സൈറ്റിൻ്റെ ഡേറ്റാബേസിലേക്കാണ്. അങ്ങനെ 1000-ഓളം വരുന്ന യൂസറുടെ യൂസർ നെയിമും പാസ്വേഡും ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ആക്സസ് ചെയ്യാൻ സാധിച്ചാൽ അതിലെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്ത് അവരുടെ തന്നെ വേറെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോലത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ ഡേറ്റാബേസ് ഒരാൾക്ക് മാത്രമേ കാണാൻ സാധിക്കൂ, ആ വെബ്സൈറ്റിൻ്റെ അഡ്മിൻ ഡേറ്റാബേസ് കൺട്രോൾ ചെയ്യുന്നത് ഒരു വെബ് പേജിലൂടെയാണ്. ആ വെബ് പേജിന് പറയുന്ന പേരാണ് അഡ്മിൻ പാനൽ. അഡ്മിൻ പാനൽ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്ക് ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഗൂഗിൾ ഡോർക്കിംഗ് ഉപയോഗിച്ച് അഡ്മിൻ പാനൽ വെബ് പേജ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അതിനായി ഇത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റുകളുടെയും അഡ്മിൻ പാനൽ കാണാൻ കഴിയും. നിങ്ങൾ ഇനി താഴെയുള്ള ഏതെങ്കിലും അഡ്മിൻ പാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ലോഗിൻ പേജ് കാണാൻ സാധിക്കും. അതാണ് അഡ്മിൻ്റെ ലോഗിൻ പേജ്. അഡ്മിന് മാത്രമേ അതിൻ്റെ സെക്യൂരിറ്റി യൂസർ നെയിമും പാസ്വേഡും അറിയാവൂ. പക്ഷേ ആ ലോഗിൻ പേജ് ശരിയായിട്ടുള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത് SQL ഇഞ്ചക്ഷൻ യൂസ് ചെയ്ത് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് SQL ഇഞ്ചക്ഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ ചാനലിൽ ഓഡിയോ ബേസ്ഡ് SQL ഇഞ്ചക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്ക അഡ്മിൻ പാനലുകളിലും ലോഗിൻ പേജ് വഴിയുള്ള പ്രൊട്ടക്ഷൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഓപ്പൺ ആണ്, ആർക്ക് വേണോ കാണാമെന്ന രീതിയിൽ.